കേവലം ജനാധിപത്യ രീതിയിലുള്ള സമരം സംഘടിപ്പിക്കാൻ വന്നപ്പോൾ അതിനെതിരെ ഈ നാട്ടിലെ ഫാസിസ്റ്റ് രീതികൾ, ഫാസിസ്റ്റ് നയങ്ങൾ കൊണ്ടു നടക്കുന്ന BJP അവരുടെ ഏതാനും ചില പ്രവർത്തകർ വന്നുകൊണ്ട് ആയുധങ്ങൾ എന്തിക്കൊണ്ട്, പട്ടികളെ എന്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ തന്നെ KSU പ്രവർത്തകരെയും ആക്രമിക്കുന്ന സാഹചര്യമാണ് വടക്കുന്നാഥന്റെ ഈ മണ്ണിലുണ്ടായിട്ടുള്ളത്. ഇതങ്ങനെയൊന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മണ്ണാണ്. ഈ മണ്ണിൽ മഹാത്മാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നിരവധിയായ നേതാക്കന്മാർ വന്ന് പ്രസംഗിച്ച മണ്ണാണ്. ഇവിടെ കേവലം ഏത് നേതാവ് വന്ന് പ്രസംഗിച്ചാലും, ഏത് നേതാവ് പരിപാടി, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവർ വന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ശിഖകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലം വെക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ ശിഖകൾ അറുത്തു മാറ്റുന്ന സാഹചര്യമായി ഉണ്ടായത്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥികളും ശക്തമായ സമരമായി മണ്ണിലേക്ക് പറയാനുള്ള. മനുഷ്യരിൽ നിന്ന് സംഘപരിവാർ പ്രകൃതിയിലേക്ക് കൂടി അവരുടെ ഫാസിസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ട രക്ഷാപ്രവർത്തനം ഈ പറയപ്പെടുന്ന നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജനാധിപത്യ തരത്തിൽ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, DYFIക്കാർ ഏത് രീതിയിലാണോ അവരെ ആക്രമിക്കാൻ വന്നത്, അതേ രീതിയിൽ ജനാധിപത്യത്തെ ഒരു തരത്തിലും മാനിക്കാത്ത, പ്രതിപക്ഷ ശബ്ദങ്ങളെ ഒരു തരത്തിലും ഗൗനിക്കാത്ത രണ്ട് സംഘടനകളായി ഈ ഫാസിസ്റ്റ് സംഘടനകൾ മാറുകയാണ്. ഇവരുടെ തലപ്പത്തിരിക്കുന്നത് ഏകാധിപതികളാണ്. അത് മുണ്ടെടുത്ത മോഡിയായാലും അത് കോട്ടിട്ട മോഡിയായാലും ഒരേ നിലപാട് തന്നെയാണ് ഇവർക്ക് സ്വീകരിക്കുന്നത്. ഞങ്ങൾ ശക്തമായി സമരം ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോവില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച സമരമാണ്. അത് ചില ഊച്ചാളികൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട്. കൂടുതൽ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയല്ലാതെ ഞങ്ങൾ ബലം പ്രയോഗിച്ച് ഈ കാവി പോലീസ് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ പിന്നോട്ടുള്ളൂ. ഒരു സംശയം വേണ്ട. ഞങ്ങൾ ശക്തമായ സമരമായി യൂത്ത് കോൺഗ്രസ് തീരുമാനമുള്ളത്. ഇത്തരത്തിൽ തന്നെയാണ് വേണു. എന്തായാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും അറിയിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കുറച്ച് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വശത്ത് പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യുവമോർച്ച പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നു. കൂടുതൽ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം അത് ഇരു വിഭാഗവും നടത്തുന്നുണ്ട്. അതിൽ യുവമോർച്ച BJP പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇവരെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ഈ കാര്യങ്ങൾ തള്ളിവിട്ടു. എന്തായാലും സംഘർഷത്തിന്റെ ഭാഗമായി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതൊരു KSU പ്രവർത്തകനും അതുപോലെ തന്നെ ഒരു യുവമോർച്ച പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഈ യുവമോർച്ച പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇടപെട്ട് ഇരു വിഭാഗത്തോടും അനുനയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇതിൽ ആരെങ്കിലും ഒരു വിഭാഗം പിരിഞ്ഞു പോകാൻ തയ്യാറായാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിക്കുകയുള്ളൂ. ഇവർ പറയുന്നത്, യുവമോർച്ച പറയുന്നത് KSU സമരം അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന നിലപാടിലാണ് യുവമോർച്ചയുള്ളത്. മറുവശത്ത് തങ്ങൾ ഏറ്റെടുത്ത സമരം എന്താണോ ആ സമരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന നിലപാടിലാണ് KSU ഉള്ളത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമെന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. വേണു. സൂരജ് സജി, ഇന്നലെ പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ മോദി പറയുന്നുണ്ടായിരുന്നു, ശിവന്റെ പുണ്യസ്ഥലമായ കാശി നിൽക്കുന്ന വാരണാസിയിലെ MP ആണ് അദ്ദേഹം. ഇവിടെ വടക്കുന്നാഥന്റെ മഹാത്മ്യവും അദ്ദേഹം ഓർമ്മിക്കുകയുണ്ടായി. എന്നിട്ടാണിപ്പോൾ മോദിയുടെ വരവിൻ്റെ ഭാഗമായി ആളുകൾ അവിടെ ആരാധിക്കുന്ന ശിവന്റെ തിരുജട എന്നൊക്കെ ആളുകൾ വിശ്വസിക്കുന്ന ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചത്. മോദിയെ വേദനിപ്പിക്കുന്ന നടപടിയാണോ BJPക്കാർ അവിടെ ചെയ്തത്? എന്താണ് അവർക്ക് അതേപ്പറ്റി പറയാനുള്ള ന്യായീകരണം? ഇവർ പറയുന്നത് SPG ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമാണ് ഈ മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ നേരത്തെ ഇതിനു മുൻപ് ഇതേപോലെ ഈ ആൽമരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയ സമയത്ത് വലിയ പ്രതിഷേധം അന്ന് ഉയർത്തിയത് ഈ BJPയും യുവമോർച്ചയും ഉൾപ്പെടുന്ന ഈ സംഘപരിവാർ സംഘടനകളായിരുന്നു. അന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഇവർ സംഘടിപ്പിച്ചിരുന്നു. അത് വളരെ വൈകാരികമായ വിഷയമാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ അതേ ആളുകൾ തന്നെ ഇത്തവണ ഈ ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചതോടുകൂടി വ്യാപകമായ പ്രതിഷേധം, അത് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലായിടത്തും വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഈ ക്ഷേത്ര ഭരണസമിതിക്ക് പോലും അതിൽ വലിയ അതൃപ്തിയും വിയോജിപ്പും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ദിവസവുമായി നമ്മളെല്ലാമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, തങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്, അതൃപ്തികളുണ്ട്. ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം തങ്ങൾ അത് പറയാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് ആ ചർച്ചകൾ പോകും എന്നുള്ളത് കൊണ്ട് ഈ സമ്മേളനം കഴിയട്ടെ എന്നൊരു നിലപാടായിരുന്നു അന്ന് ഈ ക്ഷേത്ര ഭരണസമിതി അടക്കമുള്ളവർ എടുത്തിരുന്നത്. അതുപോലെ
തന്നെയാണ് ഈ ആൽമരം മുറിച്ച സമയത്ത് ഇവിടുത്തെ സംഘടനകളൊന്നും പ്രതിഷേധമായി രംഗത്തെത്തിയില്ല. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ അതൊരു മോശം തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അത്തരം ഒരു മോശം പ്രവണത വേണ്ടതില്ല. അതിനുശേഷം ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമരങ്ങളിലൂടെ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം എന്നൊരു നിലപാടായിരുന്നു ഇവരെല്ലാവരും എടുത്തിരുന്നത്. പക്ഷേ അങ്ങനെ ആ നിലപാടിന്റെ പുറത്താണ് ഇന്ന് KSUവും യൂത്ത് കോൺഗ്രസും എല്ലാം ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്തുന്നത്. അവർ പറഞ്ഞിരുന്നത് ഈ വേദിക്കരികിൽ എത്തി ചാണകം തളിച്ച് ഇവിടെ ശുദ്ധിയാക്കിയതിനു ശേഷം തങ്ങൾ മടങ്ങും. അത് ഈ വൈകാരികമായ ഈ ആൽമരം മുറിച്ചു മാറ്റിയതിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ചാണകവെള്ളം തളിച്ച് തങ്ങൾ മടങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇവർ ഇവിടെ എത്തുന്ന സമയത്ത് ഈ വേദി അഴിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുറച്ച് BJP പ്രവർത്തകർ ഉണ്ടായിരുന്നു. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഇവിടെയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഈ പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് ഈ സമരത്തെ തടയുകയാണ്. ആ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇടപെട്ട് ഇവർക്ക് രണ്ടുപേർക്കും നടുവിൽ നിന്നുകൊണ്ട് ഈ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ നിയന്ത്രിക്കുന്നു. ഇവർ തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടം കൊണ്ട് ആ പ്രശ്നം അവസാനിക്കും എന്ന് പോലീസ് കരുതി നിൽക്കുന്ന സമയത്താണ് കൂടുതൽ BJP യുവമോർച്ച പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അവർ ഈ വേദി പൊളിച്ചു മാറ്റിയതിന്റെ ഈ കാലുകളും അതുപോലെ തന്നെ ഇവിടെ അതിന്റെ കമ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. ആ കമ്പുകളും എടുത്തുകൊണ്ട് ഇത്തരത്തിൽ സംഘടിച്ചെത്തി യുവമോർച്ച പ്രവർത്തകർ ഈ KSU പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം അവർ റോഡിലായിരുന്നു. അവർക്ക് പ്രതിരോധിക്കുന്നതിന് ഒരു മാർഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇവരുടെ കയ്യിൽ ഈ പട്ടിക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആ ആയുധങ്ങൾ വെച്ച് KSU ജില്ലാ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ഒരു യുവമോർച്ച പ്രവർത്തകനും പരിക്കേറ്റു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന് പരിക്കേറ്റു. പിന്നീട് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചാണ് ഇത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ഇങ്ങോട്ടേക്ക് കൂടുതൽ പോലീസുകാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ബസ്സിൽ കൂടുതൽ പോലീസുകാരെ കൂടി ഇപ്പോൾ ഒടുവിലായി എത്തിച്ചിട്ടുണ്ട്. കാരണം BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ സംഘടിച്ചു നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവർക്കെതിരായ പ്രതിരോധം തീർക്കുന്നത്. കാരണം ഇവർ വേദിയിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്ന് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം ഇരു വിഭാഗത്തിന്റെയും പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് പോലീസും കാണുന്നുണ്ട്. ഇവർ ഇപ്പോഴും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രവർത്തകരെത്തി സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് എന്തായാലും ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആൽമരം മുറിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ക്ഷേത്ര ഭരണസമിതിക്കായാലും നാട്ടുകാർക്കായാലും ഒക്കെ വലിയ വിയോജിപ്പുകളും വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും രേഖപ്പെടുത്താതെ പോയതിന്റെ കാര്യം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ എന്നതിന്റെ പേരിലാണ് അത് മുറിച്ചു മാറ്റിയത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അവർ പറഞ്ഞിരുന്നത് തങ്ങൾ ജനാധിപത്യപരമായി പ്രതിഷേധിക്കും. ഈ വടക്കുംനാഥന്റെ ഭരണസമിതി അടക്കം പറഞ്ഞിരുന്നത് ഇതിനുശേഷം ഞങ്ങൾ കൃത്യമായ നിലപാട് വിശദീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പിറക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 41 ദിവസമൊക്കെ ഈ ക്ഷേത്രത്തിലെത്തി തുടർച്ചയായി ഈ തൊഴുതുകൊള്ളാം എന്നൊക്കെ നേർച്ച എടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ വഴിയാണ്, അതായത് ഇപ്പൊ ഈ നായ്ക്കനാൽ വഴിയാണ്, ഈ വേദി ഇരിക്കുന്ന നായ്ക്കനാൽ വഴിയാണ് അങ്ങോട്ടേക്ക് പോകാറ്. അതിൽ പ്രായമായ ആളുകൾ നിരവധിയാണ്. അവരുൾപ്പെടെ ഈ ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞു വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്ര ഭരണസമിതിയോട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകൾക്കെങ്കിലും ഇളവ് കൊടുക്കുന്ന തരത്തിൽ അവരെ തടയുന്ന ഒരു സമീപനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതായിരുന്നു ഈ ഭരണസമിതി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷെ അവർ പറഞ്ഞത് ഇതിനുശേഷം വിയോജിപ്പ് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും KSUവും ഈ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഇപ്പോൾ ഈ BJP പ്രവർത്തകർ സംഘടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംഘടിച്ച് അവർ ഈ KSU പ്രവർത്തകർ സമരമിരിക്കുന്ന മുന്നിലൂടെ, അതായത് ആ വേദിക്ക് മുന്നിലൂടെ തങ്ങൾ ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് അതിലൂടെ ഇറങ്ങിപ്പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ബോധപൂർവമായി അതിലൂടെ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു സംഘർഷഭരിതമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും, വീണ്ടും സംഘർഷത്തിലേക്ക് പോകും. അത്തരത്തിൽ യുവമോർച്ച പറയുന്നത് ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് അവർ മാറണം, അവർ മാറിയാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കൂ, ഇല്ലെങ്കിൽ തങ്ങളെ അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധിക്കുന്നത്. വീണ്ടും പോലീസ് ഇടപെട്ട ഇവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അനുനയത്തിന് വഴങ്ങുന്നില്ല. ഇപ്പോൾ ഈ യുവമോർച്ച പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പോലീസിനോട് ചെറിയ രീതിയിൽ ഉന്തും തള്ളും കയർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുതിർന്ന പോലീസുകാർ ഉൾപ്പെടെ, ഉന്നത പോലീസുകാർ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് ഇവരെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അനുനയത്തിന് അവർ വഴങ്ങുന്നില്ല. മറുഭാഗത്ത് KSU ആണെങ്കിൽ ഈ നായ്ക്കനാലിൽ നിന്ന് ഈ നടുവിൽ ഇങ്ങോട്ടേക്ക് കയറുന്ന വേദിയിലേക്ക് കയറുന്ന ആ പ്രധാന ഭാഗത്ത് റോഡിൽ ഇരുന്നു കൊണ്ട് അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നത് തങ്ങൾ സമരം ഉദ്ദേശിച്ച സമരം എന്താണോ ആ സമരം പൂർത്തീകരിച്ചിട്ട് പോവുകയുള്ളൂ. കൂടുതൽ പ്രവർത്തകരോട് ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് അനുസരിച്ച് ഈ സമരം എന്ത് വില കൊടുത്തും ഈ സമരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ളതാണ് ഇവരും വിശദീകരിക്കുന്നത്. എന്തായാലും ഇരു കൂട്ടരോടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ
അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ രണ്ട് കൂട്ടരും വഴങ്ങാത്തൊരു സാഹചര്യമാണുള്ളത്. പോലീസ് ഇടപെട്ട സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇരു വിഭാഗത്തിനും നടുവിലായി വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. സമരം അവസാനിപ്പിക്കും. ഇല്ല, സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ആ പ്രതിഷേധത്തെ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അപ്പം പത്രമാധ്യമങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാവരും കൃത്യമായി കണ്ടു. മുളവടിയും ദണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നു പറഞ്ഞ KSUവിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അനീഷ് കുമാർ അടക്കം, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അടക്കം നേരിട്ടിറങ്ങി വന്നുകൊണ്ട് മുളവടിയും ദണ്ടും ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്ന രീതിയിലുള്ള അക്രമവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവുമായി KSU പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഇപ്പോൾ 24 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്ത് സംഘർഷാവസ്ഥയാണ്. BJP യുവമോർച്ച പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി.